നമസ്കാരം. തളിച്ചമ്പകത്തിൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ ഈ പെരുമാങ്ങോട് വിഷ്ണു ക്ഷേത്രത്തിലേക്കാണ് പോയത്. ഈ അവിടുത്തെ ആ വൈറൽ കുളത്തിൻ്റെ വീഡിയോ എടുക്കാമെന്ന് വിചാരിച്ചിട്ട് പോയതാണ്. പക്ഷേ അത് നടന്നില്ല. കാരണം വീഡിയോ എടുക്കണമെങ്കിൽ 2000 രൂപ അവിടെ ദിവസത്തിൽ അടയ്ക്കണം. അപ്പോൾ അതിന് കരുതിയിട്ടല്ല പോയത്. അപ്പം ഞങ്ങളുടെ കൂടെ പോകുന്ന ആളുകൾ പറഞ്ഞു ഇവിടെ വേറൊരു കുളമുണ്ട്, കരിങ്കുളം. വടകനാംകുറിശ്ശി ദുർഗാക്ഷേത്രത്തിൻ്റെ ക്ഷേത്രക്കുളമാണ്. കരിങ്കുളം എന്നാണ് അതിന് പറയുക. അപ്പോൾ എന്തായാലും കുളം കാണാൻ വന്നതാണ്. അപ്പോൾ കുളം കണ്ടേ പോകുന്നുള്ള ആ ഒരു വാശിയിൽ, അപ്പോൾ ഈ കുളം നല്ല ഭംഗിയുള്ള കുളമാണ് പറഞ്ഞു. അപ്പോൾ അത് കാണാൻ വേണ്ടി വന്നതാണ്. അപ്പോൾ വന്ന് നോക്കിയപ്പോൾ ഞങ്ങൾക്ക് എന്തായാലും നഷ്ടം പറ്റിയില്ല എന്ന് പറഞ്ഞാൽ പാലക്കാടൻ ഗ്രാമഭംഗി ശരിക്കും നമുക്ക് കാണാൻ കഴിയും. ഈ ഒരു കുളം സ്ഥിതി ചെയ്യുന്നതെന്ന് പറയുമ്പോൾ 4 പുറം നല്ല പച്ച പിടിച്ച ഒരു സ്ഥലമാണ്. നല്ല കണ്ണാടി പോലുള്ള വെള്ളം കണ്ടില്ലേ. തൊട്ടടുത്ത് തെങ്ങും തോപ്പ്, കവുങ്ങൊക്കെ ഉണ്ട്. നല്ല ഭംഗിയായിട്ട് നമുക്ക് മനസ്സിനൊരു കുളിർമ തോന്നും. എത്ര ടെൻഷൻ ഉണ്ടെങ്കിലും ഇങ്ങനെയുള്ള കാഴ്ചകളൊക്കെ നമ്മളെ മനസ്സിലേക്ക് ഒരുപാട് സന്തോഷം തരുന്ന കാഴ്ചകളാണ്. മഴക്കാലമായതുകൊണ്ട് നല്ല വെള്ളമുണ്ട്. ഒരുപാട് കാലം പഴക്കമുള്ളൊരു കുളമാണെന്നാണ് തോന്നുന്നത് കണ്ടാൽ. എന്തായാലും ഈ വടുകനാംകുറിശ്ശി ദുർഗാക്ഷേത്രത്തിൻ്റെ കുളമാണ്. അത് ഈ പെരുമാങ്ങോട് വിഷ്ണു ക്ഷേത്രം, ഈ വൈറലായിട്ടുള്ള ഒരു കുളം ഉണ്ടല്ലോ, ഒരുപാട് ഫേസ്ബുക്ക് പേജിലും അതുപോലെ ചാനലുകളിലൊക്കെ വന്നിട്ടുണ്ട്, യൂട്യൂബ് ചാനലിലൊക്കെ വന്നൊരു കുളമാണ് ഈ പെരുമാങ്ങോട് പെരുമാങ്ങോട് മഹാവിഷ്ണു ക്ഷേത്രത്തിലെ കുളം. ഇത് വടുകനാംകുറിശ്ശി ദുർഗാക്ഷേത്രമാണ്. അതിൻ്റെ ആ ക്ഷേത്രത്തിൽ നിന്ന് ഒരു കിലോമീറ്ററിൻ്റെ ഒരു ദൂരം മാത്രമേ ഈ ദുർഗാക്ഷേത്രത്തിലേക്കുള്ളൂ. ആ ക്ഷേത്രത്തിലെ കുളമാണ് ഇപ്പോൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അത് പഴയ കാലത്തുള്ള നിർമ്മിതിയാണ്. കെട്ടുകളും കാര്യങ്ങളൊക്കെ പഴയ കാലത്തുള്ളതാണ്. ഒരുപാട് നല്ല വലിപ്പമുള്ള കുളമാണ്. പോരാത്തതിന് നല്ല കണ്ണാടി പോലെ ചില്ല് പോലെയുള്ള വെള്ളമാണ്. ഈ വീഡിയോ എന്ന് പറയുന്നത് എഡിറ്റിംഗ് ഒന്നും ചെയ്തിട്ടില്ല, ഒരു കളറിങ്ങോ കാര്യങ്ങളോ ഒന്നും ചെയ്യാത്തൊരു വീഡിയോ ആണ്. നല്ല എന്താ പറയുക, ഇറങ്ങാനൊക്കെ നല്ല സ്റ്റെപ്പുകൾ, ഒരു പഴയ കാലത്തെ ഓർമ്മിപ്പിക്കുന്ന രീതിയിലുള്ള ഒരു കുളമാണ് കാണുന്നത്. അപ്പോൾ നിങ്ങളൊക്കെ മനസ്സ് വെച്ചാൽ ഈ കുളവും വൈറലായേക്കാം. ഈ പെരുമാങ്ങോട് വരുന്ന ആളുകൾക്ക് തന്നെ അപ്പോൾ ആ ഒരു കുളം കാണാൻ വേണ്ടി ഒരുപാട് ആൾ വരുന്നുണ്ട്. അപ്പോൾ ഈ ഒരു വടുകനാംകുറിശ്ശി ദുർഗ ക്ഷേത്രത്തിലേക്കും വരിക. അവിടെ നിന്ന് നേരെ ഞങ്ങൾ തിരിച്ചു പോകുന്നത് മേലൂർ വഴിയാണ്. മേലൂർ വന്നപ്പോൾ ഇവിടെ ഒരു സുബ്രഹ്മണ്യ സ്വാമിയുടെ ഒരു ക്ഷേത്രമുണ്ട്. മേലൂർ കുറച്ച് ഉള്ളിലേക്ക് വന്നിട്ടാണ്. അപ്പോൾ ആ ക്ഷേത്രത്തിൻ്റെ അവിടെയാണ് ഇപ്പോൾ എത്തിയിട്ടുള്ളത്. ക്ഷേത്രം ആൽത്തറയാണ് ഇപ്പോൾ കണ്ടത്. സുബ്രഹ്മണ്യസ്വാമി ക്ഷേത്രമാണത്. അപ്പോൾ ഇതിൻ്റെ പരിസരം എന്ന് പറഞ്ഞാൽ ഇവിടെ വന്ന് ഇരിക്കുമ്പോഴും തന്നെ നല്ല പ്രകൃതി മനോഹരമായിട്ട് ഉള്ള സ്ഥലമാണത്. പാടം, അതുപോലെ ഒരു പാടത്തിൻ്റെ ഒരു കുന്ന്, നല്ല മരങ്ങളും ഒക്കെ ആയിട്ട് നല്ല ഭംഗിയുള്ള സ്ഥലം. പാലക്കാടിൻ്റെ ഒരു ഗ്രാമഭംഗി എടുത്തു കാണിക്കുന്ന സ്ഥലങ്ങളാണ് ഈ മേലൂർ, കിഴൂർ, മേലൂരൊക്കെ അറിയാം. നമുക്ക് ഒറ്റപ്പാലം ഭാഗങ്ങളൊക്കെ തന്നെ നല്ല പ്രകൃതി മനോഹരമായിട്ടുള്ള സ്ഥലങ്ങളാണ്. ആ ക്ഷേത്രത്തിൻ്റെ ആൽത്തറ ഒക്കെയാണ് കാണുന്നത്, ആലാണത്. അപ്പോൾ അവിടെ ഈ ഒരു ആലിൽ തന്നെ ഒരുപാട് കിളികൾ, ഒന്നാമത് ഇപ്പോൾ കായ്ക്കുന്ന സമയമാണ് തോന്നുന്നുണ്ട്. അതെ. അപ്പോൾ ഈ ഒരു ആലിൻ്റെ അവിടെ തന്നെ ഒരു അവിടെ ചെല്ലുമ്പോൾ മൊത്തം കിളികളുടെ ശബ്ദമാണ്. പക്ഷെ ഒന്നും കാണുന്നില്ല, ചെറിയ കിളികളാണ് തോന്നുന്നുണ്ട്. അപ്പോൾ നല്ല ഭംഗിയുള്ളൊരു സ്ഥലമാണത്. അപ്പോൾ അങ്ങനെ നോക്കുമ്പോഴാണ് ഒരു മരത്തിൽ ഇങ്ങനെ ഒരു അണ്ണാൻ കളിക്കുന്നത് കണ്ടത്. അപ്പോൾ അതൊന്ന് വീഡിയോയിൽ പകർത്തിയതാണ്. കാരണം ഇതൊക്കെ നമുക്ക് അങ്ങനെ എടുക്കണം എന്ന് വിചാരിച്ച് എടുക്കുമ്പോൾ കിട്ടുന്നതല്ല, കാണുമ്പോൾ എടുക്കണം. കാരണം നമുക്ക് അണ്ണാനെ കൊണ്ട് അഭിനയിപ്പിക്കാനൊന്നും പറ്റില്ലല്ലോ. അതുകൊണ്ട് തന്നെ ഈ ഒരു
ഇങ്ങനത്തെ സീനുകളൊക്കെ കാണുമ്പോൾ നമുക്ക് പെട്ടെന്ന് എടുക്കാൻ തോന്നും. നല്ല നല്ല ഭംഗിയാണ് ഇവിടെ ഒരു മൊത്തത്തിലൊരു പച്ചപ്പ്. അവിടെ പാലക്കാടിൻ്റെ ആ ഒരു ഭംഗി, പാലക്കാട് എന്ന് പറയുമ്പോൾ പ്രകൃതി ഭംഗിക്ക് എന്തായാലും നമ്മുടെ കേരളത്തിൽ മുന്നിൽ തന്നെ നിൽക്കുന്ന ഒരു ജില്ലയാണ് പാലക്കാട് ജില്ല എല്ലാം കൊണ്ടും. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ ഭാഗത്തൊക്കെ വരുന്നവർ, ഒറ്റപ്പാലമൊക്കെ കാണാൻ വേണ്ടിയിട്ട് തന്നെ വരുന്നവരുണ്ട്. ഇപ്പോൾ നമ്മുടെ ഒറ്റപ്പാലം, വരിക്കാശ്ശേരി മന, അതേപോലെ വെള്ളിനേഴി, ഒളപ്പമണ്ണ മന, ഈ ഭാഗത്തൊക്കെ വരുന്നവർ, ഈ ദൂരെ വഴിക്കുള്ളവരൊക്കെ തന്നെ, ഇവിടെ അടുത്തുള്ളവർക്കൊക്കെ ചിലപ്പോൾ ഒരു പക്ഷേ ഇതൊക്കെ കണ്ടിട്ടുണ്ടായിരിക്കും. പക്ഷേ ദൂരത്തുനിന്ന് ഇവിടേക്ക് കാഴ്ചകൾ കാണാൻ അല്ലെങ്കിൽ പ്രകൃതി ഭംഗി ആസ്വദിക്കാൻ വേണ്ടി വരുന്ന ആളുകൾക്കൊക്കെ തന്നെ ഒരുപാട് അവരുടെ യാത്രയ്ക്കിടയിൽ കുറച്ച് സമയം ഇവിടെ ചിലവഴിച്ചു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും അതൊരു നഷ്ടം ആവില്ല എന്നുള്ള കാര്യം ഉറപ്പാണ്. ഷൂട്ടിംഗ് ലൊക്കേഷനൊക്കെയാണിത്. ഒരുപാട് ഷൂട്ടിങ്ങൊക്കെ നടന്ന സ്ഥലങ്ങളാണ്, സിനിമ ഷൂട്ടിങ്ങും കാര്യങ്ങളൊക്കെ. ഇതിന് മുന്നേ ഞങ്ങളിവിടെ വന്ന സമയത്ത് ഒരു ആൽബം ഷൂട്ട് നടന്നുകൊണ്ടിരിക്കുകയായിരുന്നു. ഇവിടെ ഇതിനടുത്ത് കൂടെ ഒരു തോട് പോകുന്നുണ്ട്. ഈ തോടിൻ്റെ അടുത്തായിട്ടാണ് ഒരു അംഗൻവാടി. കുട്ടികളൊക്കെ ഇങ്ങനെ പുറത്തിറങ്ങുകയൊക്കെ ചെയ്യുമ്പോൾ നല്ല ഭംഗിയായിട്ടുള്ള സ്ഥലങ്ങളൊക്കെ ഇങ്ങനെ കാണാം. നല്ല മനോഹരമായിട്ടുള്ള സ്ഥലങ്ങൾ. വേറൊരു വൈബാണ് ഈ ഒരു സ്ഥലം. ഇവിടെ ശരിക്കും പറഞ്ഞാൽ വൈകുന്നേരങ്ങളിലൊക്കെ കാറ്റുകൊണ്ടിരിക്കാനൊക്കെ പറ്റിയ സ്ഥലം എന്ന് പറയില്ല, അതേപോലെയുള്ള ഒരു സ്ഥലമാണിത്. തൊട്ടടുത്ത് കൂടെ തോട് പോകുന്നുണ്ട്. തോടിൽ ഇപ്പോൾ വെള്ളം കുറച്ചേ ഉള്ളൂ, മഴ തുടങ്ങിയിട്ടേ ഉള്ളൂ. അല്ല, മഴ ശക്തമായ സമയത്ത് എടുത്തതല്ല, കുറച്ച് മുന്നെടുത്ത വീഡിയോ ആണ്. ഇപ്പോഴാണ് പോസ്റ്റ് ചെയ്യുന്നത് മാത്രം. മഴ തുടങ്ങിയ സമയത്ത് എടുത്തിട്ടുള്ളൊരു വീഡിയോ ആണിപ്പോൾ നിങ്ങളുടെ മുന്നിലിടുന്നത്. ഈ ഒരു പ്രാവ് പറന്നു പോണത്, അങ്ങനെയുള്ള സീനുകളൊക്കെ കാണുമ്പോൾ നമുക്ക് വീഡിയോ ചെയ്യുന്ന ആളുകൾക്കൊക്കെ ഒരു പ്രത്യേക ഫീലാണത്. അപ്പോൾ എന്തായാലും ഇത് മേലൂർ സുബ്രഹ്മണ്യ സ്വാമി ക്ഷേത്രമാണ്. ഇവിടുന്ന് ഞങ്ങൾ തിരിച്ചു പോകുമ്പോൾ മേലൂർ മലയിലാണ് ഇപ്പോൾ എത്തിയിട്ടുള്ളത്. അപ്പോൾ ഇവിടെ വന്നപ്പോൾ ഈ ഒരു മലയും ഇതിൻ്റെ ഒരു അന്തരീക്ഷമൊക്കെ ഇവിടെ കണ്ടപ്പോൾ നല്ലൊരു മൂഡ് തോന്നി, നല്ലൊരു ഭംഗി തോന്നി. അവിടെ നിർത്തിയിട്ട് ഈ ഒരു മല കുറച്ച് ഭാഗം ഒന്ന് കാണാമെന്നുള്ളതിലാണ്. മല കയറാനൊന്നും പറ്റില്ല, കാരണം വെള്ളവും കാര്യങ്ങളുള്ളൂ. പിന്നെ അവർക്ക് കയറാനുള്ള അനുമതി ഉണ്ടാവാൻ വഴിയില്ല. അപ്പോൾ എന്തായാലും നല്ല രസമുള്ള സ്ഥലമാണത്. ഇവിടെ ഈ നിലത്തൊക്കെ കണ്ടില്ലേ, ശരിക്കും പറഞ്ഞാൽ അങ്ങനെ കല്ലുകൾ ഇങ്ങനെ ഒരേ അകലത്തിൽ ഇങ്ങനെ വെച്ച പോലെ, അത്രയും വൃത്തിയായിട്ട്, ഒരു പ്രകൃതിയുടെ ഒരു അത്ഭുതം എന്നൊക്കെ തന്നെ പറയാം. ഒരേപോലെ ഇങ്ങനെ കല്ലുകൾ തൊട്ടടുത്ത് വന്ന് നിൽക്കുന്നുണ്ട്. അതൊക്കെ ഓരോ പ്രകൃതിയുടെ പ്രതിഭാസങ്ങളായിരിക്കാം. എന്തായാലും ഈ വഴിക്കൊക്കെ വരുന്നവർ, കിഴൂർ ഇക്കോ ടൂറിസം അങ്ങനെ അതൊക്കെ കാണാൻ വേണ്ടി വരുന്നവർ കുറച്ചും കൂടെ മുന്നിലേക്ക് വന്നാൽ ഈ മേലൂർ എന്ന് പറഞ്ഞ സ്ഥലത്ത് എത്തിക്കഴിയുമ്പോൾ ഈ കാഴ്ചകളൊക്കെ കാണാം. നല്ല മനോഹരമായ കാഴ്ചയാണ്. തീർച്ചയായിട്ടും ഈ ഭാഗത്തു കൂടെ പ്രകൃതി ഭംഗി ആസ്വദിക്കാൻ വേണ്ടി മാത്രം എത്തുന്ന ഒരുപാട് സഞ്ചാരികളുണ്ട്. അപ്പോൾ അവർ ഈ വഴിക്ക് വരിക. അപ്പോൾ എന്തായാലും ഞങ്ങൾ അവിടെ നിന്നും ഇറങ്ങി തിരിച്ചുള്ള യാത്രയിലാണ്, തിരിച്ചു പോവുകയാണ്. അപ്പോൾ വീണ്ടും പ്രകൃതി ഭംഗിയും കലാപ്രകടനങ്ങളുടെ കാഴ്ചകളുമൊക്കെയായി നിങ്ങളുടെ മുന്നിൽ വീണ്ടും അടുത്ത വീഡിയോ ആയിട്ട് ഞങ്ങൾ വരും. എന്തായാലും ഈ ഒരു വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുകയാണ്. ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ വീഡിയോ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അതുപോലെ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ കാണുമ്പോൾ അവർ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. ഒരുപാട് വീഡിയോകൾ നമ്മളുണ്ട്. പൂരം, അയ്യപ്പൻ വിളക്ക്, അതുപോലെ പ്രകൃതി, കവിത, പാട്ട് എല്ലാം നമ്മൾ ചെയ്യുന്നുണ്ട്. അപ്പോൾ എല്ലാവരും ഞങ്ങളുടെ വീഡിയോ സപ്പോർട്ട് ചെയ്യുക. ഞങ്ങൾ ഈ ഒരു വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുന്നു. അടുത്ത വീഡിയോയിൽ കാണുന്നവരെ എല്ലാവർക്കും ഗുഡ് ബൈ.